ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമുക്ക് മത്തൻ ഇല കൊണ്ട് ഒരു സ്പെഷ്യൽ അട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മത്തൻ ഇല അട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അട തയ്യാറാക്കുന്നതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി ചേർക്കാം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി വെച്ചിട്ടുള്ള അടയാണ് തയ്യാറാക്കുന്നത്. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊരു അടയ്ക്ക് വേണ്ട പരുവത്തിന് മാവ് കുഴച്ചെടുക്കാം. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ടുള്ള ഒരു പരുവത്തിൽ കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ ലൂസായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഇതങ്ങ് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ഇതിലേക്ക് വേണ്ട ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കാം. 3 ബ്ലോക്ക് ശർക്കരയാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കി ശർക്കര ഉരുക്കി അരിച്ചു മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമുക്ക് അടയ്ക്ക് വേണ്ട ഫില്ലിങ്ങിന് വേണ്ട ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതുപോലെ ശർക്കര പാനി ഉരുക്കി അരിച്ചൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. നമ്മളിന്നൊരു സ്പെഷ്യൽ ആയിട്ടുള്ള അടയാണ് തയ്യാറാക്കുന്നത്. അതുകൊണ്ട് ഇതിലേക്കൊരു റോബസ്റ്റ പഴം എടുത്തിട്ടുണ്ട്. ഇഷ്ടമുള്ള പഴം എടുക്കാം. അതുപോലെ ഒരു 1/2 കപ്പ് ചുവന്ന അവൽ എടുത്തിട്ടുണ്ട്. കുറച്ച് ഉണക്കമുന്തിരി, അതുപോലെ കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. ഫ്ലേവറിനായിട്ട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ഫില്ലിങ് തയ്യാറാക്കാം. അതിനായിട്ടൊരു സോസ് പാനിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടാകുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള റൈസിൻസ് ചേർത്ത് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ചോപ്പ് ചെയ്തിട്ടുള്ള കാഷ്നട്ട് കൂടി ചേർത്തിട്ട് രണ്ടും ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒത്തിരി അങ്ങ് ഡാർക്ക് ആവും വരെ റോസ്റ്റ് ചെയ്യേണ്ട. ഉണക്കമുന്തിരി നന്നായിട്ട് ബബിൾ ആവണം. അതുപോലെ കാഷ്യൂസ് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആവുകയും വേണം. ഇതിലേക്ക് ചേർക്കാനുള്ള ഫില്ലിങ്സ് ഒക്കെ നമ്മളുടെ ഇഷ്ടത്തിന് ചേർക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഫില്ലിങ്ങിൽ പഴം ചേർക്കണ്ടെന്നുണ്ടെങ്കിൽ ചേർക്കണ്ട. പഴം ചേർക്കുമ്പോൾ ഒരു ചെറിയ പുളിയും അതുപോലെ ശർക്കര പാനിയുടെ ഒരു മധുരവും കൂടെ ചേർന്നിട്ടുള്ള ഒരു ഫില്ലിംഗ് ആണ് ഈ ഒരു അടയ്ക്ക് നമ്മൾ ചെയ്യുന്നത്. പഴം നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന 1 കപ്പ് തേങ്ങ ചിരകിയത് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. തേങ്ങ ഒത്തിരി അങ്ങ് റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൻ്റെ ആ ഒരു ഈർപ്പം ഒന്ന് മാറി ഒന്ന് റോസ്റ്റായി കിട്ടണം. അതുപോലെ പഴം ഒന്ന് ഉടഞ്ഞു കിട്ടണം. ഈ ഒരു പരുവം ആകുമ്പോഴേക്കും നമ്മളിതിലേക്ക് ഉരുക്കി വെച്ചിരിക്കുന്ന ശർക്കര പാനി ചേർക്കാം. ഏറ്റവും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തേങ്ങയും ശർക്കര പാനിയും മാത്രമാണ്. ബാക്കിയുള്ളതെല്ലാം നമ്മൾ എക്സ്ട്രാ ചേർക്കുമ്പോൾ ഒരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും അടക്കി കിട്ടുന്നത്. ഇനി ഈ ശർക്കര പാനിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി ഇല്ലയെന്നുണ്ടെങ്കിൽ ഒരു 2 ഏലക്ക ചതച്ചിട്ട് ചേർത്ത് കൊടുത്തിരുന്നാലും മതി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ടും അതുപോലെ ഉണക്കമുന്തിരിയും അവലും ചേർക്കാം. അവൽ ഞാനിവിടെ ഒരു 1/2 കപ്പ് അവലാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ശർക്കര പാനി തയ്യാറാക്കുമ്പോൾ ഒത്തിരി വെള്ളം ചേർത്ത് പാനിയാക്കരുത്. എന്നാൽ ഇത് വറ്റിച്ചെടുക്കാൻ കൂടുതൽ സമയമെടുക്കും. ഇനി ഇതിലേക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് ഏകദേശം ഒരു 1/4ഓളം വറ്റി വരുമ്പോഴേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഏകദേശം ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തണുത്ത് കഴിയുമ്പോൾ ഒന്നുകൂടി ഒന്ന് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ ഒരു അടയ്ക്ക് വേണ്ട ഇല ഒന്ന് എടുക്കാൻ പോവാണ്. മത്തൻ്റെ ഇല വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അട തയ്യാറാക്കി എടുക്കുന്നത്. മത്തൻ്റെ ഇല ഇല്ലയെന്നുണ്ടെങ്കിൽ വാഴ ഇലയിലും ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എടുക്കാം. മത്തൻ്റെ ഇല എഡിബിളാണ്. നമ്മളിത് വെച്ചിട്ടുള്ള തോരൻ ഇതിനു മുമ്പ് വീഡിയോ ചെയ്തിട്ടുണ്ട്. ഈ ഇല നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ന്യൂട്രീഷ്യസ് ആയിട്ടുള്ളൊരു ഇലയാണ്. ഈ ഇലയിലാണ് നമ്മൾ അട ചെയ്തെടുക്കാൻ പോകുന്നത്. അതുപോലെ ഈ അട തയ്യാറാക്കുമ്പോൾ നമുക്ക് കുറച്ച് വെള്ളം ഒരു ബൗളിലും കൂടി എടുത്തു വയ്ക്കാം. മത്തൻ്റെ ഇല നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു ടവലോ അല്ലെങ്കിൽ പേപ്പർ ടവലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഡ്രൈ ചെയ്തെടുക്കാം. ഈ ഇലയിൽ വെള്ളം ഉണ്ടെങ്കിൽ അട തയ്യാറാക്കുമ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി ഇലയിലേക്ക് കുറച്ച് ഓയിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി കൈ വെള്ളത്തിൽ മുക്കിയിട്ട് ഈ ഒരു അടയ്ക്ക് വേണ്ട മാവ് ഓരോന്നായിട്ട് ഉരുട്ടി ഇലയിലേക്ക് വെച്ച് വെള്ളത്തിൽ വീണ്ടും കൈ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് വളരെ തിന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. ഒന്നുകിൽ കൈ വെച്ചിട്ട് ഇതുപോലെ വെള്ളം നനച്ചിട്ട് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാം. അതല്ലെങ്കിൽ റോളിംഗ് പിന്ന് വെച്ചിട്ട് പരത്തിയെടുക്കാം. ഇപ്പം എല്ലാം പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒത്തിരി ഫില്ലിംഗ് വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ഫില്ലിംഗ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ വളരെ തിന്നായിട്ടാണ് ഈ ഒരു ഫില്ലിംഗ് വെച്ചിട്ടുള്ളത്. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം.
ഇനി നമ്മളിത് ഫില്ലിങ് വെച്ചതിന് ശേഷം ഈ ഇല രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി ഇത് വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമുക്ക് 3 സൈഡ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് മടക്കി വയ്ക്കാവുന്നതാണ്. ഇതുപോലെ ബാക്കിയുള്ള എല്ലാ അടയും നമുക്ക് ചെയ്തെടുക്കാം. അട വേവിച്ചെടുക്കുന്നതിനായിട്ട് സ്റ്റീമറിൻ്റെ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. സ്റ്റീമറോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടോ എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് സ്റ്റീമറിൻ്റെ തട്ട് വെച്ചിട്ട് അട മൊത്തം നമുക്ക് വേവിച്ചെടുക്കാം. ആദ്യം ഇതുപോലെ സ്റ്റീം വരുന്ന വരെ ഹൈ ഫ്ലെയിമിൽ വയ്ക്കാം. സ്റ്റീം വന്നതിന് ശേഷം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ 15 മിനിറ്റ് അട വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ലൊരു ഇലയടയുടെ ഒരു മണമൊക്കെ വരുന്നുണ്ട്. അട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു ഇല എഡിബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഇലയോട് കൂടി അട കഴിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആൻഡ് ജ്യൂസി ആയിട്ടുള്ളൊരു ഇലയടയാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു സ്പെഷ്യൽ ഗോതമ്പ് വെച്ചിട്ടുള്ളൊരു ഇലയടയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അറിയിക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും പുതിയ റെസിപ്പീസുമായിട്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.